നമസ്കാരം. VBCയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ ഓണം ആശംസിച്ചുകൊണ്ട് VBCയുടെ പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഓണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. ഓണവിഭവങ്ങൾ ഒരുക്കുന്നതിന്റെ തിരക്കിൽ മലയാളികൾ. ഓണാഘോഷത്തിന്റെ ഭാഗമായി കാഞ്ഞാർ കൈപ്പക്കവലയിൽ നടന്ന വള്ളംകളി മത്സരം ആവേശമായി. മത്സരത്തിൽ ആനച്ചാൽ ചുണ്ടൻ ഒന്നാം സ്ഥാനം നേടി. അത്തം മുതൽ ചതയം വരെയുള്ള ഓണനാളുകൾ മദ്യവിമുക്തമാക്കണമെന്നാവശ്യപ്പെട്ട് ഭാരതീയ ജനതാ യുവമോർച്ച നടത്തിവരുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി ഉത്രാട നാളിൽ തൊടുപുഴയിലെ ബിവറേജ് കോർപ്പറേഷനുകൾ ഉപരോധിച്ചു. വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ച് NCP തൊടുപുഴ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തി. വാർത്തകൾ വിശദമായി. ആദ്യം ഓണവിശേഷങ്ങൾ. ഓണത്തെ വരവേൽക്കാൻ മലയാളികൾ ഉത്രാടപ്പാച്ചിലിൽ. മാവേലി നാട് കാണാൻ എത്താൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വിപണികളിലെല്ലാം വൻ തിരക്ക് അനുഭവപ്പെട്ടു. മഴയും വിലക്കയറ്റവും എല്ലാം ഉണ്ടെങ്കിലും വ്യാപാര സ്ഥാപനങ്ങളിലൊന്നും തിരക്കിന് കുറവില്ലായിരുന്നു. തൊടുപുഴ പുളിമൂട്ടിൽ സിൽക്സിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് തിരിയുവാൻ പോലും സ്ഥലമില്ലായിരുന്നു. കണ്ണഞ്ചിപ്പിക്കുന്ന ഓഫറുകളും വിലക്കിഴിവിൽ വാഗ്ദാനം ചെയ്ത് വ്യാപാരികളും ഓണവിപണി കൊഴുപ്പിച്ചു. എല്ലാ കടകൾക്കും പ്രത്യേകതകൾ അവകാശപ്പെടുവാൻ കഴിയുന്ന തരത്തിലുള്ള മത്സരവും ഉണ്ടായിരുന്നു. ഉത്രാടപ്പാച്ചിലിൽ ഈ മത്സരവും കാണാമായിരുന്നു. 100 രൂപയ്ക്ക് ലഭിക്കുന്ന ഷർട്ടുകളും ചെരുപ്പുകളും മുതൽ പഴയ സാരിക്കും ചുരിദാറിനും പകരം പുതിയവ മാറിക്കൊടുക്കുന്ന കടകൾ വരെ നഗരത്തിലുണ്ട്. 999 രൂപയ്ക്ക് 4 ഷർട്ടുകൾ ലഭിക്കുന്ന കടകളും 6000 രൂപയ്ക്ക് LED ടിവികളും വരെ കിട്ടുന്ന കടകളും സജീവമായിരുന്നു. വഴിയോര വിപണികളിലും കച്ചവടം പൊടിപൊടിച്ചു. വില വിവരം സ്ലേറ്റിലും ബോർഡിലും പ്രദർശിപ്പിച്ചാണ് ഇവർ ആളുകളെ ആകർഷിച്ചത്. സാധാരണക്കാർ മിക്കവരും ഇത്തരം കടകളെയാണ് ആശ്രയിച്ചതും. പച്ചക്കറി കടകളിലും വൻ തിരക്കായിരുന്നു. വില ഉയർത്തിയും താഴ്ത്തിയും കച്ചവടക്കാർ തമ്മിൽ ഇവിടെയും മത്സരമായിരുന്നു. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് വിവിധ മത്സരങ്ങളും നടന്നു. മത്സരങ്ങളിൽ വിജയികളായവർക്ക് ലയൺസ് ക്ലബ് തൊടുപുഴ എലൈറ്റ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ആഘോഷ പരിപാടികൾ സ്കൂൾ മാനേജർ ഫാദർ ജോസ് മോനിപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. പ്രതീക്ഷാ ഭവൻ സ്കൂളിൽ നിന്നുള്ള ബാഡ്മിന്റൺ ദേശീയ തലത്തിൽ മെഡൽ നേടിയ 2 പേരെ ചടങ്ങിൽ ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു. ലയൺസ് ക്ലബ് തൊടുപുഴ എലൈറ്റ് പ്രസിഡന്റ് ദീപു ജയറാം, സെക്രട്ടറി യേശുദാസ് ആന്റണി, റീജിയണൽ ചെയർമാൻ റോയ് ലൂക്ക് തുടങ്ങിയവർ പ്രസംഗിച്ചു. പഴയരിക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂളിൽ രക്ഷിതാക്കളുടെ ഓണാഘോഷ പരിപാടികൾ നടന്നു. സ്കൂൾ PTA ആഭിമുഖ്യത്തിലാണ് രക്ഷിതാക്കൾക്കായി ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ലോക്കൽ PTA ഗ്രൂപ്പ് തിരിഞ്ഞ രക്ഷിതാക്കൾക്കായി വിവിധ മത്സരങ്ങൾ നടന്നു. അത്തപ്പൂക്കളം, മാവേലി വേഷം, വടംവലി, കസേരകളി, ഓണപ്പാട്ട് തുടങ്ങിയ മത്സരങ്ങളിൽ രക്ഷിതാക്കൾ ആവേശത്തോടെ പങ്കെടുത്തു. മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിച്ച മൈലപ്പുഴ ലോക്കൽ PTA എവർ റോളിംഗ് ട്രോഫി സമ്മാനിച്ചു. ഹെഡ് മിസ്ട്രസ് N സുശീല, ഹെഡ്മാസ്റ്റർ TK ബാലകൃഷ്ണപിള്ള, PTA പ്രസിഡന്റ് UR പ്രദീപ്, വിൻസെന്റ് ജോസഫ്, അധ്യാപകരായ സുനിൽ T തോമസ്, റെയ്സി ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓണസദ്യയ്ക്ക് ശേഷമാണ് പരിപാടി സമാപിച്ചത്. പരിപാടികളിൽ നിരവധി പേർ പങ്കെടുത്തു. പഴയരിക്കണ്ടം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലെ ബോണസ് വിതരണം നടന്നു. ബ്ലോക്ക് മെമ്പർ ജയ സജീവൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. 2013-2014 വർഷത്തിൽ ജില്ലയിൽ ഏറ്റവും മികച്ച സംഘമായി തിരഞ്ഞെടുക്കപ്പെട്ട പഴയരിക്കണ്ടം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലെ ഈ വർഷത്തെ ബോണസ് വിതരണം ബ്ലോക്ക് മെമ്പർ ജയ സജീവൻ ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് KM മോഹനൻ അധ്യക്ഷത വഹിച്ചു. 16-ാം വാർഡ് മെമ്പർ ബെറ്റി ജോൺസൺ, ഇടുക്കി കഞ്ഞിക്കുഴി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് MK ചന്ദ്രൻകുഞ്ഞ്, സംഘം ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വാശ്രയ കർഷക വിപണി VFPCK പഴയരിക്കണ്ടം യൂണിറ്റിലെ ബോണസ് വിതരണവും ഓണച്ചന്ത ഉദ്ഘാടനവും നടന്നു. 2013-2014 വർഷത്തെ ബോണസ് വിതരണത്തിന്റെയും ഓണച്ചന്തയുടെയും ഉദ്ഘാടനം VFPCK ഇടുക്കി ജില്ലാ മാനേജർ സജിമോൻ ജോസഫ് നിർവഹിച്ചു. VFPCK അപെക്സ് ബോഡി പ്രസിഡന്റും
കാമാക്ഷി വിപണി പ്രസിഡന്റുമായ ജോയി മുഖ്യപ്രഭാഷണം നടത്തി. എല്ലാ പഴം പച്ചക്കറികളും വൻ വിലക്കുറവിലാണ് വിപണി വഴി ലഭ്യമാകുന്നത്. വിപണി പ്രസിഡന്റ് ജോസഫ് അവിര അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഡെന്നി മടയിക്കൽ, മോഹനൻ കടുകുമാക്കൽ, സിബിച്ചൻ മനക്കൽ, ജോർജ് മണ്ണൂർ, വിപണി അസിസ്റ്റന്റ് മാനേജർ ജോമിലി ജോസ് എന്നിവർ സംസാരിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി കാഞ്ഞാർ കൈപ്പക്കവലയിൽ നടന്ന വള്ളംകളി മത്സരം ആവേശമായി. കാഞ്ഞാർ കൈപ്പ പൊൻപുലരി ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായി മറ്റു മത്സരങ്ങൾക്കൊപ്പം നടത്തിയ വള്ളംകളി മത്സരമാണ് നാട്ടുകാർക്ക് പുതുമയായത്. 9 ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ ഒളമറ്റം പാപ്പച്ചന്റെ നേതൃത്വത്തിലുള്ള ആനച്ചാൽ ചുണ്ടൻ 2 മിനിറ്റ് 52 സെക്കൻഡിന് ഫിനിഷിംഗ് പോയിന്റിലെത്തി 1ാം സ്ഥാനം നേടി. കൈപ്പ ജോബി കപ്രായിൽ ടീം 2 മിനിറ്റ് 56 സെക്കൻഡിന് 2ാം സ്ഥാനം കരസ്ഥമാക്കി. വിജയികൾക്കുള്ള സമ്മാനങ്ങൾ കൈപ്പക്കവലയിൽ നടക്കുന്ന സമ്മേളനത്തിൽ സിനിമാ താരം മാണി സി കാപ്പൻ വിതരണം ചെയ്യും. സമാപന സമ്മേളനം എം മണി ഉദ്ഘാടനം ചെയ്യും. വള്ളംകളി മത്സരം കുടയത്തൂർ സെന്റ് അഗസ്റ്റിൻസ് പള്ളി വികാരി ഫാദർ മാത്യു വെട്ടുകല്ലിൽ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് യു നിഷാദ്, സെക്രട്ടറി കെ വി സണ്ണി, ഇളന്തേശൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മോനിച്ചൻ, അഡ്വക്കേറ്റ് ബിബി ജോസ്, സുനിൽ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പാരീസിൽ നിന്നെത്തിയ ഫാദർ മാർസിയോ പേഞ്ഞ വള്ളംകളി മത്സരം ഫ്ളാഗ് ഓഫ് ചെയ്തു. ഫാദർ മാത്യു കൊച്ചുപറമ്പിൽ മുഖ്യാതിഥിയായിരുന്നു. I'm the best win, and I'm very happy that you continue this beautiful tradition here in Onang, and you fair all together. And now we are going to see who is going to win the final competition. ഫൈനലിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. നിങ്ങളുടെ ഇങ്ങനെയുള്ള നല്ല ട്രഡീഷൻസ് തുടർന്ന് കൊണ്ടുപോകുന്നതിന് പരിശ്രമിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. വണ്ടമറ്റം പൗരസമിതിയുടെ 7ാമത് വാർഷികവും ഓണാഘോഷവും ആരംഭിച്ചു. നെടുമറ്റം ഗവൺമെന്റ് LP സ്കൂൾ അങ്കണത്തിൽ നടക്കുന്ന ആഘോഷ പരിപാടികൾ അത്തപ്പൂക്കളം, റൊട്ടികടി, കഥാരചന, ഉപന്യാസം, കളർ ഡ്രോയിങ്, കവിതാരചന, കസേരകളി, വട്ടുരുട്ട്, നീന്തൽ, ചാക്കിലോട്ടം, കലം തല്ലിപ്പൊട്ടിക്കൽ തുടങ്ങിയ മത്സരങ്ങൾ നടന്നു. ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് PN അഭിലാഷ്, സെക്രട്ടറി S ബിപിൻ കുമാർ, കൺവീനർ ഗിരീഷ് P സുരേന്ദ്രൻ എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. പൗരസമിതിയുടെ 7ാമത് പൊതുക്കൽ മത്സരം കൃത്യം 2 മണിക്ക് തന്നെ ആരംഭിക്കും. കരിമണ്ണൂർ കൈരളി സാംസ്കാരിക വേദിയുടെ ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി ക്വിസ് മത്സരവും ലളിതഗാന മത്സരവും നടന്നു. വിജയികൾക്ക് കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോളി അഗസ്റ്റിൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കരിമണ്ണൂർ കലാ സ്റ്റുഡിയോ, ഗായത്രി ഗാർമെന്റ്സ്, തൊടുപുഴ ജോവാൻസ് റീജൻസി, തൊടുപുഴ പുളിമോട്ടിൽ സിൽക്സ് എന്നീ സ്ഥാപനങ്ങളാണ് വിജയികൾക്കായി സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരുന്നത്. എല്ലാ വർഷവും ഓണത്തോടനുബന്ധിച്ച് കൈരളി സാംസ്കാരിക വേദി ഇത്തരം നല്ല പരിപാടികൾ ഇവിടെ നടത്താറുണ്ട്. നല്ല നിലയിൽ ആ പരിപാടികൾ സമാപിക്കാറുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്ന, ഇത്തരം പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇന്നലെ തുടങ്ങിയ കൈരളി ഫെസ്റ്റ് 2014 എന്ന് പറയുന്ന പരിപാടി ഇന്നലെ ഇവിടെ ആരംഭിച്ചതാണ്. ഇന്നലെ വലിയ വലിയ വാക്യമേകളൊക്കെ സംസാരിച്ചിട്ടുണ്ട്, വളരെയേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
കരിമണ്ണൂർ. ഇത് ക്വിസ് മത്സരമാണ്. ക്വിസ് മത്സരം സെക്കൻഡ് പ്രൈസ് മുഹമ്മദ് ആഷിഖ് KA, സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ കരിമണ്ണൂർ. സർവീസിൽ നിന്നും വിരമിച്ച BSNL ജീവനക്കാരായ MV മോഹനൻ, OK മത്തായി, മേരി സാമുവേൽ എന്നിവർക്ക് തൊടുപുഴ BSNL റിക്രിയേഷൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. DGM മധുസൂദനൻ യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. DEM J ജോൺ, SDE ജോസഫ് ലൂക്കോസ്, അനിത കുമാരി, ബീന കുരുവിള, ക്ലബ് സെക്രട്ടറി P വേണു എന്നിവർ പ്രസംഗിച്ചു. ഓഫീസിൽ ടെലിഫോൺ ഓപ്പറേറ്ററായിട്ട് ജോലി ചെയ്തു. 77 മുതൽ 20/11/78 വരെ ഒരു വർഷം കൊല്ലത്ത് വർക്ക് ചെയ്തു. അവിടുന്ന് 21/11/78 മുതൽ 22/90 വരെ, അതാണ്ട് 12 വർഷത്തോളം ടെലിഫോൺ ഓപ്പറേറ്ററായിട്ട് ഇന്റേണൽ സബ് ഡിവിഷൻ തൊടുപുഴയിൽ വർക്ക് ചെയ്തു. 90 മുതൽ 97 വരെ കേഡർ ചേഞ്ച് മൂലം ടെക്നിക്കൽ സൂപ്പർവൈസറായിട്ട് അതേ സബ് ഡിവിഷൻ തന്നെ 7 വർഷം വർക്ക് ചെയ്തു. വഴിത്തല സീക്കോ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ വാർഷികവും ഓണാഘോഷ പരിപാടികളും അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റും 6-ാം തീയതി മുതൽ 14-ാം തീയതി വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വഴിത്തല സീക്കോ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ 33ാമത് വാർഷികാഘോഷ പരിപാടികൾ അഖില കേരള അടിസ്ഥാനത്തിൽ നടത്തുന്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നാളെ 4 മണിക്ക് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ നിർവഹിക്കുന്നതാണ്. അഖില കേരള അടിസ്ഥാനത്തിൽ നടക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം മണക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് PS ജേക്കബ് നിർവഹിക്കുന്നതാണ്. സെപ്റ്റംബർ 10-ാം തീയതി ബുധനാഴ്ച രാവിലെ 9 മണി മുതൽ തൊടുപുഴ ചാലിക്കാട്ട് ആസ്പത്രിയുടെയും പുറപ്പുഴ PHCയുടെയും സഹകരണത്തോടെ ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് വഴിത്തല സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്നതാണ്. വിജയികൾക്ക് ട്രോഫിയും 10,001 രൂപ ക്യാഷ് അവാർഡും, റണ്ണേഴ്സിന് ട്രോഫിയും 5,001 രൂപ ക്യാഷ് അവാർഡും നൽകും. അണ്ടർ 16 വിഭാഗത്തിനും ടൂർണമെന്റിനൊപ്പം മത്സരം നടത്തും. കേരളത്തിലെ പ്രമുഖരായ സെവൻസ് ഫുട്ബോൾ ക്ലബ്ബുകൾ മാറ്റുരയ്ക്കും. വാർഷികത്തോടനുബന്ധിച്ച് ചാഴികാട്ട് ആശുപത്രിയുടെയും പുറപ്പുഴ പബ്ലിക് ഹെൽത്ത് സെന്ററിന്റെയും സഹകരണത്തോടെ 10-ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പും നടത്തും. സമാപന സമ്മേളനം മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ക്ലബ് പ്രസിഡന്റ് KL തോമസ്, ജോയിന്റ് സെക്രട്ടറി MV രമേശ് തുടങ്ങിയവർ പങ്കെടുത്തു. അത്തം മുതൽ ചതയം വരെയുള്ള ഓണനാളുകൾ മദ്യവിമുക്തമാക്കണമെന്നാവശ്യപ്പെട്ട് ഭാരതീയ ജനതാ യുവമോർച്ച നടത്തിവരുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി ഉത്രാടനാളിൽ തൊടുപുഴയിലെ ബിവറേജ് കോർപ്പറേഷനുകൾ ഉപരോധിച്ചു. സമരത്തിന്റെ ഭാഗമായി പ്രവർത്തകർ ബിവറേജിന് മുന്നിൽ പായസം വെച്ച് വിതരണം ചെയ്തു. മൗണ്ട് സിനായ് റോഡിലുള്ള ബിവറേജിന് മുന്നിൽ നടന്ന സമരം BJP ജില്ലാ സെക്രട്ടറി PR വിനോദ് ഉദ്ഘാടനം ചെയ്തു. യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ബിജീഷ് ബാലൻ, സംസ്ഥാന കമ്മിറ്റി അംഗം KK രാജു, BJP മുനിസിപ്പൽ സെക്രട്ടറി സിജി മോൻ, BJP മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് ബിജു ചീരാമ്പറമ്പിൽ, സന്തോഷ് അരിക്കുഴ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഓണക്കാലം മദ്യവിമുക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം സമർപ്പിക്കുകയുണ്ടായി. അതിനുശേഷമാണ് കേരളത്തിലെ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഒരു മദ്യനയം രൂപീകരിക്കുകയും ആദ്യം തന്നെ 418 ബാറുകൾ അടച്ചുപൂട്ടിക്കൊണ്ടാണ് മുഖ്യമന്ത്രി മദ്യ നിരോധനത്തിന് ഇവിടെ തുടക്കം കുറിച്ചത്. എന്നാൽ 418 ബാറുകൾ അടയ്ക്കുന്നതിന് പുറമെ കേരളത്തിലെ ഘട്ടം ഘട്ടമായി മദ്യനിരോധനം നടപ്പിലാക്കുമെന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ട് കേരളത്തിലെ 312 ബാറുകൾ കൂടി അടയ്ക്കുവാൻ തീരുമാനിച്ചു. പ്രിയമുള്ളവരെ, ഈ സർക്കാർ മദ്യനിരോധനത്തോടുള്ള അവരുടെ കാഴ്ചപ്പാട് ഈ ജനങ്ങളെ പറ്റിക്കുന്നുള്ള കാപട്യമാണ് സർക്കാർ കാണിക്കുന്നത്. കാരണം ഇന്ന് കേരളത്തിൽ വിൽക്കുന്ന മദ്യത്തിന്റെ ഏതാണ്ട് 76% മദ്യവും
ചെയ്യുകയും 24% ബാറുകളിലൂടെ വിതരണം ചെയ്യുന്ന നടപടിയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മദ്യനിരോധനത്തോടെ എന്തെങ്കിലും ആത്മാർത്ഥതയാണ് സർക്കാർ പുലർത്തുന്നതെങ്കിൽ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. ഓണവിഭവങ്ങൾ ഒരുക്കുന്നതിന്റെ തിരക്കിൽ മലയാളികൾ. ഓണാഘോഷത്തിന്റെ ഭാഗമായി കാഞ്ഞാർ കൈപ്പക്കവലയിൽ നടന്ന വള്ളംകളി മത്സരം ആവേശമായി. മത്സരത്തിൽ ആനച്ചാൽ ചുണ്ടൻ 1ാം സ്ഥാനം നേടി. അത്തം മുതൽ ചതയം വരെയുള്ള ഓണനാളുകൾ മദ്യവിമുക്തമാക്കണമെന്നാവശ്യപ്പെട്ട് ഭാരതീയ ജനതാ യുവമോർച്ച നടത്തിവരുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി ഉത്രാട നാളിൽ തൊടുപുഴയിലെ ബിവറേജ് കോർപ്പറേഷനുകൾ ഉപരോധിച്ചു. വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ച് NCP തൊടുപുഴ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഇതോടുകൂടി ഈ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. തൊടുപുഴയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ ഇപ്പോൾ ലോകത്തെങ്ങും ലഭിക്കുന്നു. തൊടുപുഴയിലെ ആദ്യത്തെ വെബ് TV ചാനൽ ഇന്ന് തന്നെ സന്ദർശിക്കുക www.bbcnewstodupuഴ.com. തൊടുപുഴയ്ക്ക് സമീപമുള്ള 16 ഗ്രാമപഞ്ചായത്തുകളിലും ഇന്റർനെറ്റിലും ഇപ്പോൾ BBC വാർത്തകൾ ലഭിക്കുന്നു. BBC ന്യൂസ് തൊടുപുഴയുടെ സ്വന്തം വാർത്താ ചാനൽ. സന്ദർശിക്കുക www.bbcnewstodupuഴ.com.